നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഓൺലൈൻ ജോബുകളെ പറ്റി പറയാനാണ് കേട്ടോ. എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മണ്ടത്തരങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്നെപ്പോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതെനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്കറിയാലോ എന്നെപ്പോലെ ആർക്കൊക്കെ എങ്ങനെ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. മാരേജ് കഴിഞ്ഞു, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികളെ നോക്കണം, വേറെ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെപ്പോലെ വീട്ടിലിരുന്ന് ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. അപ്പം അവരെ നന്നായി പഠിച്ചിട്ട് ജോലിയൊന്നും എടുക്കാൻ പറ്റാതെ എവിടെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുന്നവരുടെ ആ ഒരു വിഷമം എനിക്ക് എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഒരുപാട് എനിക്കതിൽ ഭയങ്കര സങ്കടം, ചില നേരത്തെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, ദേഷ്യവും സങ്കടവും ഒക്കെ വരും നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലൊരു മൊബൈലുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഇരുന്നിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്തത്. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും ഞാൻ ഓരോരോ ജോലികൾ തപ്പിക്കൊണ്ടിരിക്കലായിരുന്നു എൻ്റെ ഒരു പണി. കുട്ടികളൊക്കെ ആയി ഒരു നിലയിലായി, അവരൊക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതായി, എനിക്കൊന്ന് പുറത്തേക്ക് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ജോലി ഇൻ്റർവ്യൂസിനൊക്കെ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരെന്താ ചോദിക്കണേ, ഇത്രയും നാൾ ഈ കരിയർ ഗ്യാപ്പ് എങ്ങനെ വന്നു, ഒരു 10 ഇയർ 13 ഇയേഴ്സൊക്കെ എനിക്ക് കരിയർ ഒരു 10 ഇയറൊക്കെ ആയപ്പം ഞാൻ പോയിരുന്നു. അപ്പോഴും അവരുടെ ക്വസ്റ്റ്യൻ, ഇത്ര നാൾ എന്ത് ചെയ്യായിരുന്നു, ഇത്രയൊരു ഗ്യാപ്പ് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ തളർത്തി. അങ്ങനെ വീണ്ടും ഞാൻ വീട്ടിലിരുന്നു. വീണ്ടും 13 ഇയേഴ്സ് ആയപ്പോൾ വീണ്ടും ഇറങ്ങി, ജോലിയൊക്കെ അന്വേഷിച്ച് ഇറങ്ങി. എന്നിട്ടും ഇവരുടെ എന്താ പറയുക, ഈ ഒരു കാര്യം തന്നെയാണ് കേൾക്കുന്നത്, എക്സ്പീരിയൻസ് ഇല്ല, ഈ ഒരു കരിയർ ഇത്ര നാൾ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു, ഇപ്പം അതുകൊണ്ട് എന്താ പറയുക, നമ്മളൊന്നും അല്ലാത്ത പോലെയുള്ള രീതിയിൽ. അപ്പം നമുക്ക് ആകെ വിഷമാവും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഓൺലൈൻ സൈറ്റിലൊക്കെ കയറിയിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ നോക്കുമ്പം ഒരുപാട് വീഡിയോസ് നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റില്ല. യൂട്യൂബിൽ ചെക്ക് ചെയ്യുമ്പം ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ അവർക്ക് നോക്കുമ്പം ഒരുപാട് വ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ കയറിയിട്ടൊക്കെ ഞാനും ചെക്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഈ ജോബ് ചെയ്താൽ ഇത്ര എമൗണ്ട് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് വണ്ടർ അടിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇത്രയും സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞ സൈറ്റിലൊക്കെ കയറി രജിസ്റ്റർ ചെയ്യുകയും എന്താ പറയുക, അവർ പറയണ പോലെയൊക്കെ ചെയ്തിട്ടും എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതേപോലെ മറ്റേ സർവേ ഉണ്ടല്ലോ, സർവേ ഒക്കെ കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിരുന്ന് ചെയ്തിട്ടും ഒന്നും ഒരു എമൗണ്ടും എന്താ പറയുക, അവർ പറയുന്ന പോലെ അവർക്ക് 4 ലക്ഷം കിട്ടി, 2 ലക്ഷം കിട്ടി, 25,000 കിട്ടി, 50,000 കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് 50,000 പോയിട്ട് ഒരു 50 രൂപയോ ഒരു 5 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എന്ത് ചെയ്തതെന്ന്. അപ്പം മൊബൈലിൽ ഒരു വർക്കിന് 2,000 രൂപ, ഇഷ്ടമുള്ള റീൽ കണ്ട് അപ്പം തന്നെ വിഡ്രോ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, എന്നെ പോലെയുള്ള ആൾക്കാർ അതിലേക്ക് എടുത്ത് ചാടും. അങ്ങനെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം അടുത്താണ് മീഷോയിലും ആമസോണിലൊക്കെ പാക്കിംഗ് ജോബ്, എങ്കിൽ പാക്കിംഗ് ജോബ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാമല്ലോ, അപ്പം നമുക്ക് പുറമേ ഒന്നും പോകണ്ട, കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാം, പാക്കിംഗ് ജോബൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് മീഷോയുടെ സൈറ്റിലൊക്കെ കയറി അതിനൊക്കെ നോക്കിയപ്പം എന്താ പറയുക, കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ പാക്കിംഗ് ജോബൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അവിടെ നമ്മൾ ശശിയായി. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിനും കേട്ടോ. എല്ലാം അപ്വർക്ക്, ഫ്രീലാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറയും. വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, അവരൊക്കെ ചെയ്ത പോലെ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യും, കാര്യങ്ങളൊക്കെ കൊടുക്കും. ഞാൻ അതിൽ 2-3 വർക്കൊക്കെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെയ്ത് കൊടുത്തിട്ട് അവരെന്താ പറയുക, അങ്ങോട്ട് എമൗണ്ട് പേ ചെയ്താലേ അവരിങ്ങോട്ട് ക്യാഷ് തരുള്ളൂ എന്നാണ് ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, കിട്ടുമോ ഇല്ല എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങോട്ട് കൊടുത്ത് നമ്മൾ വർക്കും ചെയ്തു, എന്നിട്ട് അങ്ങോട്ട് അവിടെ ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, അത് കൊടുത്തിട്ടാലേ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരുമെന്ന് പറയുമ്പം എനിക്ക് കൊടുക്കാൻ പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ അതും ഫ്ലോപ്പായി. അങ്ങനെ എല്ലാം ഫ്ലോപ്പായിട്ടേ ഉള്ളൂ എനിക്ക് ഈ ഒരു ഓൺലൈൻ വീട്ടിലിരുന്ന് ചെയ്യുന്ന പണികൾ കേട്ടോ. അതേപോലെ തന്നെ റീൽസ് കണ്ടിട്ട് ഏൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്
ആ വീഡിയോസും എടുത്ത് നോക്കി. എന്നിട്ട് ഞാൻ അതുപോലെയൊക്കെ ചെയ്തു. പക്ഷേ അവർ പറയുന്ന ആ ഒരു ക്യാഷൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്തപ്പം കയറിയപ്പോൾ തന്നെ എനിക്കൊരു ഹിപ്പി എന്ന് പറയുന്ന ഒരു ആപ്പാണ് ആ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഒരു 4000 ഇത് എന്താ പറയുക ബോണസ് പോയിൻ്റ് കിട്ടി. പിന്നെ ഒരിതുമില്ല. പിന്നെ അതിൽ ഇഷ്ടം പോലെ വീഡിയോസ് നമുക്ക് കാണാം, ഇത്ര എമൗണ്ടൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നു. പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നെപ്പോലുള്ള ആരെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതെനിക്കും കൂടെ കുറച്ച് യൂസ്ഫുള്ളായിരിക്കും. ഞാനിപ്പം കൂടുതൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയി വരുന്ന നേരത്ത് ഇവിടെ ആരുമില്ല, അടുത്തൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് ഉള്ളവരെ പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ എന്നുവെച്ചാൽ കണ്ടാൽ മിണ്ട പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക ആരെ ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതലും വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. എടുത്തു നോക്കുമ്പോൾ ഈ എല്ലാ ഓൺലൈൻ ജോബുകളും ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ. പക്ഷേ അതിലൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ട്. അവരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇത്ര കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവണില്ല. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുവരെ എനിക്കൊരു പൈസയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഡീറ്റെയിൽ അവർ അതിൽ വീഡിയോസിൽ പറയുന്ന പോലെയൊന്നും ചെയ്തിട്ട് ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്, അവർക്കൊരുപാട് എന്താ പറയുക കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരുമല്ലോ. പക്ഷേ എനിക്ക് ഇതുവരെ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഈ ഓൺലൈൻ ജോബ് വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോബൊക്കെ നല്ലതാണോ അതോ പറ്റിക്കലാണോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയാം. സർവേ ഒക്കെ കുത്തിയിരുന്ന് നമ്മൾ ഓരോന്ന് ചെയ്തിട്ട് അവസാനം സർവേ ഒന്നും ശരിയാവുന്നില്ല. അപ്പം റിജക്റ്റ്, ഈ സർവേ ശരിയായില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഓരോരോ ഇപ്പോഴും ചില തംബ്നെയിലൊക്കെ കാണുമ്പോൾ നമ്മളതിൽ വീണ് പോവും. ഇനിയിപ്പോൾ ഇതെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. പിന്നെന്താണ്, വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നുള്ളത് ലിങ്ക്ഡിനിലൊക്കെ നമ്മുടെ ഷെയർ ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അങ്ങനെയാണ് തോന്നുന്നത് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. അവർ നമ്മൾ ഇങ്ങോട്ടാണ് കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് പറയും ഗൂഗിൾ റിവ്യൂ ആണ്, അങ്ങനെ ചെയ്താൽ ഇത്ര പൈസയൊക്കെ തരാമെന്നൊക്കെ പറയും. അങ്ങനെയും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുക. താങ്ക് യു.